ആയിരിക്കുന്ന ഇതിന്റെ എല്ലാ ദൈവദാസന്മാരെയും ഉത്തരവാദിത്തത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ദൈവദാസന്മാരെയും എല്ലാ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ക്രിസ്തുവിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. നമുക്ക് യെശയ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായത്തിൽ കാണുന്ന ഒരു തിരുവെഴുത്ത് ഭാഗം, അത് ഒന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ ജീവിത സാക്ഷ്യവുമായിട്ട് അത് ഒത്തിരി ബന്ധമുള്ള ഒരു വേദഭാഗമാണ്. നമുക്കതിനകത്തറിയാം, യെശയ്യാ 9-ൽ കാണുന്ന തിരുവെഴുത്തിലെ ചില വാക്കുകൾ നമുക്ക് ഒത്തിരി വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. കഷ്ടതയിലിരിക്കുന്ന ദേശത്തിന് തിമിരം നിൽക്കില്ല. അപ്പൊ കഷ്ടതയും തിമിരവും കൂരിരുട്ടുകളും അന്ധതമസ്സും മരണത്തിന്റെ താഴ്വരകളുമുള്ള ഒരു ദേശം. നമ്മളത് വായിച്ചു വരുമ്പോൾ ചെറിയ പ്രയാസം തോന്നുമെങ്കിലും അതിന്റെ ഒടുവിൽ സർവശക്തനായ ദൈവം എഴുതി വച്ചു, ഇരുട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ഇരുട്ടിൽ നടക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അങ്ങനെയെങ്കിൽ ഈ ഒരു അനുഭവത്തിലാണ് ഇന്നേക്ക് 25 കൊല്ലങ്ങൾക്ക് പിറകിൽ എൻ്റെ ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ ഞാൻ വേഗത്തിൽ നിങ്ങളെ പങ്കുവെക്കാൻ. എൻ്റെ പേര് നിങ്ങൾ പറഞ്ഞല്ലോ, സജീഷ് എന്നാണ് എൻ്റെ പേര്. ഞങ്ങൾ 3 സഹോദരങ്ങളാണ്. എനിക്ക് 2 ചേട്ടന്മാരാണ്. ഏറ്റവും ഇളയാളാണ് ഞാൻ. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അച്ഛൻ 15-ാമത്തെ വയസ്സിൽ മാരക രോഗത്താൽ മരിച്ചു മാറ്റപ്പെടാൻ ഇടയായി തീർന്നു. നമുക്കറിയാം, ഞങ്ങളുടെ നാടെന്ന് പറയുന്നത് വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണ്. ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ വരുന്നൊരു ഇടമാണ്. എന്ന് പറഞ്ഞാൽ കാണാൻ കൊള്ളാവുന്ന ഒരു വനം, 60 ഏക്കർ ഒരു കാട്. ആ കാടിന്റെ നടുവില് ഒരു ദുർഗാക്ഷേത്രമുണ്ട്. മാത്രമല്ല ദേശത്ത് ജാതീയ ആചാരങ്ങൾ മാത്രമേ ഉള്ളൂ. വേദപുസ്തകം പഠിച്ചാൽ എഫസോസ് പോലെ, കൊരിന്ത് പട്ടണം പോലെ തന്നെ നമുക്ക് നന്നായിട്ട് പാരമ്പര്യങ്ങളും വെച്ച് സേവകളും അങ്ങനെ പാരമ്പര്യ ആരാധനകളും നിറഞ്ഞ ഒരു ദേശത്ത് ഞങ്ങൾ അവിടെയാണ് ജനിച്ചു വളർത്തപ്പെട്ട്. നമുക്കറിയാം, അവിടെ ആ ഒരു ജാതീയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് പോയ ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. 15-ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ക്യാൻസർ വന്ന്. എൻ്റെ 15-ാമത്തെ വയസ്സിൽ എൻ്റെ ഫാദർ മരിച്ചു. അതിനുശേഷം നമുക്കറിയാം, വീണ്ടും ഈ നമ്മൾ ജ്യോത്സ്യം നോക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് വേർപെട്ട ദൈവമക്കൾ പ്രവാചകന്മാരുടെ അടുക്കൽ പോകുന്ന പോലെ അന്ന് ഇങ്ങനെയുള്ള പൂജാരിമാരുടെ അടുക്കലും ജ്യോത്സ്യന്മാരുടെ അടുക്കലും ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയം പറഞ്ഞൊരു കാര്യമുണ്ട്. 17-ാമത്തെ വയസ്സിൽ ഒരു പെടുമരണം നടന്നു. എൻ്റെ ഫാദർ യാതൊരു ആരോഗ്യ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു രോഗം പിടിപെടുകയും മരിച്ചു മാറ്റപ്പെടുകയും ചെയ്തു. അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പിന്നീട് മനസ്സിലായി, 17-ാമത്തെ വയസ്സിൽ ഇളയ മകൻ, അതായത് ഞാൻ മരിക്കുമെന്ന് കൃത്യമായിട്ട് അവര് എഴുതി വയ്ക്കുവാനൊക്കെ ഇടയായി തീർന്നു. അത് ഞാൻ അറിഞ്ഞില്ല. വീട്ടുകാര്, എൻ്റെ അമ്മ, എൻ്റെ വീട്ടിലുള്ളവർ അത് മനസ്സിലാക്കി. ഒത്തിരി സ്ഥലങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി നമുക്കറിയാം പല സ്ഥലങ്ങളിൽ പോയി അതിൽ നിന്നുള്ള നീക്കുപോക്കിന് വേണ്ടി പല കാര്യങ്ങൾ, പൈസ മുടക്കി പല കാര്യങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മൊത്തം ഇങ്ങനെ ഫേമസ് ആയ ക്ഷേത്രങ്ങളിൽ പോകുന്നു. കേരളത്തിന് പുറത്ത് കോയമ്പത്തൂരൊക്കെ പോയി മന്ത്രവാദം ചെയ്യുന്നവരും അങ്ങനെ ക്രിയകളൊക്കെ ചെയ്യുന്നവരുടെ അടുക്കൽ ചെന്ന് 1 വർഷം അവിടെ തന്നെയായിരുന്നു, കോയമ്പത്തൂര്. അവിടെ ഒരു മന്ത്രവാദം ചെയ്യുന്ന ഒരാള്, അന്ന് നമുക്കത് മന്ത്രവാദിയല്ല, അത് ഹിന്ദുക്കളായിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് അത് വലിയ ഒരാളാണ്. കാരണം അവര് പ്രശ്നം വെച്ച് നോക്കുന്നു, കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അപ്പൊ നമുക്ക് അവര് വലിയൊരാൾ. അവര് കൃത്യമായി ഇതിനു വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നെങ്കിലും ഇതിന് പൂർണ്ണമായിട്ട് ഇതിനകത്തൊരു മാറ്റം വന്നില്ല. മരണത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഒരു റിപ്പോർട്ട് അവിടുന്ന് കിട്ടുവാനിടയായി തീർന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ആ ദേശത്തേക്ക് പരിശുദ്ധാത്മാവ് ഒരു ദൈവദാസനെ തൃശ്ശൂരപ്പുറത്ത് നിന്ന്
ഒരു ദൈവദാസൻ കൃത്യസമയത്ത് ആ നാട്ടിൽ വന്നു. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കൃത്യസമയത്ത് ഈ 60 ഏക്കർ വനവും അതിന്റെ നടുക്ക് ഒരു ദുർഗാക്ഷേത്രവും, ആ പ്രദേശത്ത് ക്രിസ്ത്യാനികൾ കുറവാണ്. ഉള്ള 1-2 ക്രിസ്ത്യാനികൾ പോലും ഞങ്ങളുടെ ജാതീയ ക്ഷേത്രത്തിൽ വരും. അവർക്ക് ക്രിസ്തീയ പള്ളികളെക്കാൾ വലുത് ഞങ്ങളുടെ അന്നത്തെ പോയിക്കൊണ്ടിരുന്ന അമ്പലത്തിലായിരുന്നു. അതുകൊണ്ട് അവരും അവിടെ വരുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്ത്യാനികൾ അവിടെ തീരെ കുറവാണ്. പെന്തക്കോസ് വേർപെട്ട സമൂഹത്തിൽ ഒരാൾ പോലും ആ പട്ടണത്തിലില്ല, ഞങ്ങളുടെ ആ സ്ഥലത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടെന്നോ, അങ്ങനെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരാൾക്ക് അങ്ങനെ ഒരു വിഷയം വന്നാൽ ഒത്തിരി ചർച്ചകളിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. പക്ഷെ അന്നത്തെ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയില്ല, അങ്ങനത്തെ ഒരു വ്യക്തികളുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോയി ആശ്രയിക്കാൻ കഴിയത്തില്ല. ആകെ ഉള്ള ഒരേ ഒരു വഴി ഈ നമ്മള് 33 കോടി ദൈവങ്ങളെ സേവിച്ചുകൊണ്ട് നടക്കുന്ന അവിടെ അവരെ ആശ്രയിക്കാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കൃത്യ ടൈമാ. അമ്മയുടെ ഉദരത്തിന് മുമ്പേ നമ്മളെ കണ്ടതുകൊണ്ട് ഒരു ദൈവദാസനെ സ്വർഗം ആ സ്ഥലത്തേക്ക് അയച്ചു. ആ ദേശത്ത് മുഴുവനും അദ്ദേഹം കറങ്ങി നടന്നു പ്രാർത്ഥിച്ചു എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഒത്തിരി ആചാരങ്ങളുള്ള ദേശമാണ്, പ്രാർത്ഥനക്കാർക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ ഇല്ല. ഒത്തിരി സ്ട്രോങ് ആയിട്ട് ഈ അമ്പലങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളുകൾ, അതിനെതിരെ സംസാരിച്ച ആളുകൾ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ ഉൾപ്പെടെ അങ്ങനെയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ദൈവദാസൻ ആ ദേശത്തൂടി സഞ്ചരിച്ചു, പ്രാർത്ഥിച്ചു, അദ്ദേഹം പോയി. ഇതൊന്നും ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. പക്ഷെ കൃത്യ ടൈം, ഏകദേശം 17 വയസ്സിലേക്ക് അടുക്കുന്ന ആ ടൈമിൽ ദൈവനിയോഗം വ്യക്തമാണ്. ആ ദേശത്ത് ഒരു കാര്യം, ആ ദേശം ഭരിക്കുന്നത് അന്ധകാര ശക്തികളായതുകൊണ്ട് അവരുടെ സ്വഭാവം ആ ദേശത്തുള്ള ചെറുപ്പക്കാർക്കുണ്ടാകും. നല്ല യൗവനത്തിൽ തന്നെ കേസുകളും വഴക്കുകളും, പോലീസ് കേസുകളും കൊട്ടേഷൻ ടീമുമായി ബന്ധപ്പെടുകയും എന്ത് നീചമായ പ്രവൃത്തി ചെയ്യാൻ മടിയില്ലാത്തൊരു സമയം അങ്ങനെ നടക്കുക. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു ദേശക്കാര് പോലും ഞങ്ങളുടെ കുടുംബത്തെ ഒറ്റപ്പെടുത്തി, പ്രത്യേകിച്ച് എന്നെ, കുടുംബത്തെ നല്ല എന്നെ ഒറ്റപ്പെടുത്തുന്ന തരത്തിൽ ആ ദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. നാട് വിടണമെന്നുള്ള ചിന്തകൾ പോലും ഉണ്ടായി. അങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടെ കയറിപ്പോയി, സ്വസ്ഥത നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രായമായ മാതാവ് ആ വീട്ടിൽ കയറി വന്നു. അത് എനിക്ക് പരിചയമുള്ള എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്റെ അമ്മയാണ് അവിടെ വന്നത്. അവരും ഹിന്ദുക്കൾ തന്നെയാണ്. പക്ഷെ അവരെ ദൈവം ഇടക്കാലം കൊണ്ട് ഒരു പ്രാർത്ഥനയുമായി കണക്ട് ചെയ്ത് അവരേതൊരു പാസ്റ്റർ അടുക്ക പോയി പ്രാർത്ഥിക്കാനൊക്കെ രഹസ്യമായി പോകുന്നുണ്ടായിരുന്നു. അത് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു മരണത്തിന്റെ വിഷയം നിൽക്കുന്നത് എൻ്റെ കുടുംബത്തിൽ, ഞാൻ 17ാമത്തെ വയസ്സിൽ മരിക്കുമെന്ന് പറഞ്ഞ് എഴുതി വച്ചിരിക്കുന്ന ആ കാര്യം ഈ അമ്മച്ചിക്ക് അറിയാനും പാടില്ല, വന്ന ദൈവദാസനും അറിയത്തില്ല. പക്ഷെ ആ അമ്മ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് വന്നാൽ വലിയ മാറ്റം സംഭവിക്കും, വലിയ ദൈവപ്രവൃത്തി ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞു. എനിക്കിതൊന്നും മനസ്സിലായില്ല. ഞാൻ അറിയാവുന്ന ആകെയുള്ള കാര്യം വർഷങ്ങളോളം ശബരിമലയ്ക്ക് നടന്നു പോവുക, അല്ലെങ്കിൽ വ്രതം നോക്കി ജാതീയ ക്ഷേത്രങ്ങളിലൊക്കെ പോവുക. ഇതേ നമുക്ക് പരിചയമുള്ളൂ. ഈ യേശുക്രിസ്തുവിനെയോ ബൈബിളിനെ കുറിച്ചൊന്നും ഒരു കാര്യം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ ആ മാതാവ് പ്രാർത്ഥിക്കാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ സമ്മതിച്ചില്ല, ഞാൻ അവരെ ചീത്ത പറഞ്ഞു. പക്ഷെ അവരൊരു വാക്കെന്തോ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടു. എന്തൊക്കെയോ വചനങ്ങൾ എന്തൊക്കെയോ അവർ പറയുവാണ്. അത് വചനമായിരുന്നു പിന്നീട് മനസ്സിലാക്കിയത്. അവര് ശക്തമായി ആ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവര് പോയി, വചനം ചൊല്ലി പ്രാർത്ഥിച്ചവര്. അത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. അവര് പറഞ്ഞത് വചനമാണ്. അവർ അന്യഭാഷ പറഞ്ഞ് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് അവര് ആ വീട് വിട്ട് പോയി. എനിക്കറിയത്തില്ല, അവര് ഒത്തിരി വഴക്ക് പറഞ്ഞാണ് ആ വീട്ടിൽ നിന്ന് വിട്ടത്. എങ്കിലും അവര് പ്രാർത്ഥിച്ച ആ വചനം ആ വീട്ടിൽ വ്യാപരിച്ചു എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. ഒരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ കൃത്യ ടൈം, മരണം എഴുതി വച്ച റിപ്പോർട്ട്. ഇത് മരിക്കുമെന്ന് പറയാൻ കാരണം എൻ്റെ സമപ്രായത്തിലുള്ള ആളുകളും എന്നേക്കാൾ ചില മുതിർന്ന പ്രായമുള്ള, അതായത് എൻ്റെ 17 വയസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-ലും 25-ലും
നമുക്കറിയാം, ഞാൻ ഒത്തിരി ആൾക്കാരായിട്ട് കൂട്ടുകെട്ടുള്ളത് ആ ദേശത്ത്. അപ്പൊ ഒരുപാട് ചെറുപ്പക്കാര് കൃത്യസമയത്ത് മരണത്തിലേക്ക് പോയി. ആത്മഹത്യകളും വാഹന അപകടങ്ങളും, അങ്ങനെ ഒരുപാട് മരണങ്ങൾ, ഒത്തിരി മരണങ്ങൾ ആ ദേശത്ത് സംഭവിച്ചു. ആദ്യത്തെ മരണമല്ല. അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോഴും എന്താ കാരണം എന്നറിയത്തില്ല, എല്ലാവരും കൂട്ടത്തോടെ ഭാരപ്പെടുകയാണ്. എന്നാൽ എനിക്കറിയത്തില്ല, എല്ലാവരും വെറുത്തൊരു ടൈമായി എന്റെ ജീവിതത്തിൽ. എല്ലാവരും തള്ളിക്കളഞ്ഞു. അതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം ആ ദേശശക്തിയുടെ ഒരു സ്വഭാവം, അർത്തമീസിന്റെ ഒരു സ്വഭാവം, ദേശത്ത് വ്യാപരിച്ച അന്ധകാര ശക്തികളുടെ ഒരു സ്വഭാവം നമ്മുടെ മേൽ വന്നിട്ട് ആരെയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സ്വഭാവം. 16 വയസ്സ്, എന്റെ 10ാം ക്ലാസ് കഴിഞ്ഞ ആ ടൈമിൽ ഏകദേശം 2 വർഷം കൊണ്ട് ഭയങ്കരമായി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു നിലവാരത്തിലേക്ക് ജീവിത സാഹചര്യം മാറി. പക്ഷേ കൃത്യ ടൈമിൽ സർവശക്തനായ ഒരു ദൈവം, ആ ദൈവത്തിന്റെ വചനവും ആ ദൈവം തെരഞ്ഞെടുത്തവരും എന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കൃത്യ ടൈമിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു വാഹന അപകടത്തിൽ മരിക്കുമെന്നാ പറഞ്ഞത്. കൃത്യമായി ഞങ്ങളുടെ സമയം, എന്റെ അമ്മ അന്ന് വിദേശത്തായിരുന്നു. അതുകൊണ്ട് ഒരു വാഹനം എന്റെ വീട്ടിൽ ആ സമയത്ത് വരികയും ചെയ്തു. പുതിയതായിട്ടൊരു വാഹനം മേടിക്കുകയും ചെയ്തു. കൃത്യസമയത്ത് ഒരു വാഹനം വീട്ടിൽ വരികയും ചെയ്തു. അപ്പോൾ എന്തായാലും ഒരു മരണത്തിന്റെ കെണി ഞങ്ങളെ വീടിന്റെ അകത്ത് കറങ്ങി. പക്ഷെ കൃത്യസമയമായപ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ പറയുവാണ്, ആ സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് പോണം. ആ അമ്മ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിടത്തേക്ക് നീ പോണമെന്നൊരു തോന്നൽ. ആരാന്ന് എനിക്കറിയത്തില്ല, അന്ന് അതറിയത്തില്ല. ഇന്ന് നമുക്കറിയാം, പരിശുദ്ധാത്മാവാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അന്ന് നമുക്കത് അറിയത്തില്ലായിരുന്നത് കൊണ്ട് കൃത്യസമയത്ത് എനിക്ക് തോന്നി ഒന്ന് പോകാം. എന്നിട്ടും പകല് പ്രാർത്ഥന നടക്കാൻ ഞാൻ പോയില്ല. ഒരു റബ്ബറും തോട്ടത്തിന്റെ അടുക്കൽ ഒരു പാസ്റ്റർ, അന്ന് പാസ്റ്റർ നമുക്കറിയത്തില്ല, ഏതൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. രാത്രിയിലാണ് ഞാൻ ആ മീറ്റിംഗ്, ആരും കാണാതെ, ദേശത്തുള്ള ആരും അറിയാതെ, അവിടുന്ന് ഞങ്ങൾ നിൽക്കുന്നിടത്ത് ഒരു 6 കിലോമീറ്റർ, ഒരു 5 കിലോമീറ്റർ അപ്പുറത്തായി പ്രാർത്ഥന നടക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പ്രാർത്ഥനയില്ല, അവിടെ ആരും സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു ദൈവശബ്ദം കേട്ടതുപോലെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിച്ചു, പോണമെന്ന്, ഒന്ന് പോയി കളയാം. അപ്പോൾ ആ ഒരു പ്രേരണ കിട്ടിയപ്പോൾ തന്നെ മനസ്സോടെ ഞാൻ കയറി ചെല്ലുകയാണ്. രാത്രിയായി, ഏകദേശം ഏറ്റവും വൈകിയാ നമ്മൾ ചെല്ലുന്നത്. കാരണം എല്ലാവരും പകലൊക്കെ എന്നെ അറിയാവുന്നവരൊക്കെ ഉണ്ട്. സന്ധ്യ സമയം കഴിഞ്ഞപ്പോൾ ഒരു 8 മണിയോടടുത്ത് ഞാൻ ആ പ്രാർത്ഥനാ ഹാളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന പ്രാർത്ഥന ഭയങ്കര കയ്യടിയും അന്യഭാഷയും തമ്പേറൊക്കെ അടിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഭയം തോന്നിപ്പോയി, എന്താ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കണ്ണടച്ച് അവിടെ ഇരുന്നു. എന്നാൽ ഒരു ദൈവദാസൻ കൃത്യമായി ഒരു ദൈവദാസൻ കൃത്യസമയം കേൾക്കാമല്ലോ അല്ലെ? അപ്പൊ കൃത്യസമയത്ത് എന്റെ ഉള്ളിൽ പോകണമെന്ന് ദൈവാത്മാവ് പ്രേരിപ്പിച്ചു. അത് ദൈവാത്മാവാണെന്ന് എന്നെനിക്ക് അറിയത്തില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ആരോ പറയുകയാണ്, ആ പ്രാർത്ഥനയ്ക്ക് പോകണം. എന്നെ ഉന്തി തള്ളി കൊണ്ടുപോയതുപോലെ ഞാൻ ആ പ്രാർത്ഥന ഹാളിലേക്ക് കയറി ചെന്നു. ഇന്നേക്ക് 25 വർഷം മുമ്പ് ഒരു മഞ്ഞ ഷർട്ടും ഒരു വെള്ളമുണ്ടും, അമ്പലത്തിൽ പോകുന്ന ഒരു വസ്ത്രമാണ്, ഒരു മഞ്ഞ ഷർട്ടും ഒരു വെള്ളമുണ്ടും എടുത്തുകൊണ്ട് ഞാൻ ആ പ്രാർത്ഥനാ ഹാളിൽ ചെന്നു. ഭയങ്കര ശബ്ദത്തിലാണ് അവിടുത്തെ പ്രാർത്ഥന, ഭയങ്കര കൈകൊട്ടാണ്. എനിക്ക് ഭയം തോന്നിപ്പോ. ഞാൻ അതിനകത്ത് കണ്ണടച്ചു പോയിരുന്നു. എന്നാൽ ഒരു ദൈവദാസനൻ, അത് പാസ്റ്റാണെന്ന് എനിക്കറിയത്തില്ല, ഒരു മനുഷ്യൻ എന്റെ ശിരസിൽ കരം വച്ച് അദ്ദേഹത്തിന്റെ ദൈവം കൊടുത്ത ആലോചന പ്രകാരം മരണത്തിന്റെ കെട്ടുകളെ അദ്ദേഹം ശാസിക്കുവാനിടയായി തീർന്നു. 17ാമത്തെ വയസ്സിൽ മരിക്കുമെന്ന് പറഞ്ഞ് സമപ്രായത്തിൽപ്പെട്ട ആളുകൾ മരിക്കുന്നത് കാണുകയും പലരും ആത്മഹത്യ ചെയ്യുകയും വാഹന അപകടങ്ങളിൽ മരിക്കുകയും ഒത്തിരി പരാജയങ്ങളും ഒക്കെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ. പക്ഷെ കൃത്യസമയത്ത്
എനിക്കറിയത്തില്ല, എല്ലാവരും എന്നെ വെറുത്തൊരു ടൈം, നാട് വിട്ടു പോകണമെന്ന് തീരുമാനിച്ചൊരു ടൈമിൽ ഇനി ദേശത്ത് നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒറ്റപ്പെട്ടു പോയി. ഒരാൾ പോലും നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ വീട്ടുകാർക്കും തലവേദനയായി, വീട്ടുകാർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ, എന്റെ ചേട്ടന്മാർക്ക് പോലും നാണക്കേടുണ്ടാവുന്ന തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ എത്തിപ്പെട്ടെങ്കിലും എനിക്കറിയത്തില്ല, േക്കാൾ എത്രയോ നല്ലവരുണ്ട് അവിടെ. വിദ്യാഭ്യാസമുള്ളവരുണ്ട്, നല്ല കാണാൻ കൊള്ളാവുന്നവരുണ്ട്, പണമുള്ളവരുണ്ട്. എന്നാൽ എല്ലാവരും തള്ളപ്പെട്ട് ഒറ്റപ്പെട്ട് ഞാൻ വീട്ടിൽ നിന്ന് പോയതാ. വീണ്ടും ഞാൻ മടങ്ങി വന്നു. അമ്മച്ചി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. 2 ദിവസം ദൂരെ ഒരു സ്ഥലത്ത് പോയി താമസിച്ചു. പക്ഷേ എന്താണെന്നറിയത്തില്ല, അമ്മച്ചി പ്രാർത്ഥന ശേഷം നാട്ടിലേക്ക് മടങ്ങി വരണം എന്നൊരു പ്രേരണ തോന്നി. ആ പോക്ക് ഞാൻ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ മരിച്ചേനെ. വീട്ടിൽ മടങ്ങി വന്നു. ആ പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് ഒരു നിർബന്ധം പോലെ, മനസ്സോടെ എന്നെ ആരും ഒന്തിക്കൊണ്ടുപോകുന്ന പോലെ. അതിപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, പരിശുദ്ധാത്മാവ് അങ്ങനെയൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുമെന്ന് നമുക്ക് പിന്നീട് മനസ്സിലായത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാ, ആ പ്രാർത്ഥനാലയത്തിൽ വന്ന് കയറിയ ടൈമിൽ ഒരു ദൈവദാസൻ കരം വെച്ച് പ്രാർത്ഥിച്ചു, ശക്തമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ് എനിക്കതൊന്നും മനസ്സിലായില്ല. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങി വന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഒത്തിരി ഏകദേശം 2-3 വർഷം ഉറക്കം കിട്ടാതെ, സ്വസ്ഥ നഷ്ടപ്പെട്ടവനെ പോലെ, ആരും അടുത്തു വരാതെ മാറി നിന്നൊരു കൂട്ടത്തിന്റെ നടുവില് ഇന്ന് വരെ കാണാത്ത ഒരു സമാധാനത്തിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. ഒരു കാര്യം ഉറപ്പുണ്ട്, എല്ലാവരും വെറുക്കപ്പെട്ട, എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട ഏതെങ്കിലും ഒരു തലമുറ നിങ്ങളുടെ വീടിനകത്തുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, പരിശുദ്ധാത്മാവ് ഭയങ്കര രൂപാന്തരം കൊടുക്കാൻ പോകുകയാണ്, ഭയങ്കര മാറ്റമുണ്ടാകാൻ പോകുകയാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്ക് കാണാൻ, കുടുംബ ബന്ധങ്ങളുടെ അകത്ത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചിലര്, കർത്താവ് അതിനകത്ത് വലിയ മാറ്റം കൊടുക്കുന്ന ഒരു കാഴ്ച ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. ഇത് ജീവനുള്ള ദൈവത്തിന്റെ ഒരു സാക്ഷ്യമാണ്. ഞാൻ പറയുന്നത് സാധാരണ ഒരു അനുഭവത്തിൽ കൂടെ കയറിപ്പോയ വ്യക്തിയല്ല ഞാൻ. ഒരിക്കലും ബൈബിൾ എന്താണെന്നോ, ബൈബിളിലെ വചനങ്ങൾ എന്താണെന്നോ, ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ടെന്നോ, വേർപെട്ട കൂട്ടായ്മയുണ്ടെന്നോ, പെന്തക്കോസിന്റെ ഒരു അഗ്നി കത്തുന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് ആദ്യം അറിയാവുന്നത്, രാവിലെ നേരം വെളുത്തെഴുന്നേറ്റാൽ ഈ 60 ഏക്കർ കാടിന്റെ നടുവുള്ള ക്ഷേത്രത്തിൽ പോണം, മറ്റു ക്ഷേത്രങ്ങളിൽ പോണം. അങ്ങനെയുള്ള ജാതി ആചാരങ്ങളിലൂടെ പോയതാണ്. എന്നാൽ അതിന്റെ നടുവിൽ എന്ന് പറഞ്ഞാൽ അന്ധകാരം നിറഞ്ഞ ദേശത്ത് ഒരു ദൈവദാസൻ വന്ന് ദേശം ചുറ്റി പ്രാർത്ഥിച്ച്, പിന്നീട് ആ ദൈവദാസൻ എന്നോട് പറഞ്ഞത്, ആ ദേശം മുഴുവൻ ഞാൻ ചുറ്റി പ്രാർത്ഥിച്ചിട്ട് ആ ദൈവദാസൻ സ്വന്തം വീട്ടിൽ വന്നപ്പോൾ അന്ന് രാത്രി ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നു, ഒത്തിരി ഭാരങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ആ ദൈവദാസൻ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. കാരണം ആ ദൈവദാസൻ കണ്ടത് ദേശം, ഈ 60 ഏക്കർ വനത്തിന്റെ ചുറ്റിലും ആ ദേശം മുഴുവൻ ഒരു സർപ്പം പോലെ ചിലത് ചുറ്റിക്കിടക്കുന്നു. ചെറുതല്ല, ദേശം മുഴുവനും വളഞ്ഞു ചുറ്റിയിട്ട് ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ കഴിയാതെ പെടുമരണങ്ങളും അനർത്ഥങ്ങളും കൊണ്ട് നിറഞ്ഞ ആ പട്ടണത്തിന്റെ അകത്തേക്ക് ഒരു വലിയ പ്രകാശം വ്യാപരിച്ചു. ആമേൻ. ഒരു വലിയ പ്രകാശം ആ ദേശത്ത് വ്യാപരിച്ചു. അങ്ങനെ മരണത്തിന്റെ നിഴലിൽ നിന്ന എന്റെ തലയ്ക്കു മീതെ ജ്യോത്സ്യന്മാരെന്നെ തൊട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ ഹൈന്ദവ മാർഗത്തിൽ അല്ലെങ്കിൽ ഈ പൂജാരിമാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്നെ തൊട്ട് ബ്ലെസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബ്ലെസ് ചെയ്യാൻ ആ ബ്ലെസ്സിങ് യഥാർത്ഥമല്ലായിരുന്നു. പക്ഷേ അധികം കാണാൻ ഭംഗിയില്ലാത്തതും, ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന, പറയാൻ പറ്റിയ അത്ര പൈസയോ വാഹനങ്ങളോ കളറോ ഇല്ല, പക്ഷെ ഒരു അന്യഭാഷ പറയുന്ന ഒരു ദൈവദാസൻ എന്റെ ശിരസിന്മേൽ കരം വച്ചപ്പോൾ വർഷങ്ങൾക്ക് കിട്ടാത്തൊരു സമാധാനം അന്ന് രാത്രി മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ഒരു മരണക്കെട്ട് അഴിഞ്ഞു പോയത് മാത്രമല്ല, എനിക്കത് അന്ന് തൊട്ട് അനുഭവിക്കാൻ തുടങ്ങി.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഞാൻ അനുഭവിക്കുന്നത്. പക്ഷെ എനിക്കത് അറിയാൻ പാടില്ല. പരിശുദ്ധാത്മാവാണെന്നോ ശക്തിയാണെന്നോ എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു, ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രമാക്കപ്പെടുകയും അന്ന് മുതല് എനിക്ക് ആരെയും തല്ലാൻ പോകണ്ട, ദൈവഹിതമല്ലാത്ത ഒന്നിനും പോകണ്ട. എന്റെ ഉള്ളിൽ ഒറ്റ ചിന്തയുള്ളൂ, എങ്ങനെയെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് പോണം. നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോ വരുന്ന ചിന്ത പ്രാർത്ഥനയ്ക്ക് പോണം. വർഷങ്ങൾ ഉറങ്ങാൻ പറ്റാത്ത എന്നെ സ്വസ്ഥമായി അന്ന് കിടന്നുറങ്ങാൻ അനുവദിച്ചത് ആ ദൈവദാസൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ മേൽ വെളിപ്പെട്ട സ്വർഗീയ സാന്നിധ്യമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഈ സാക്ഷ്യം കേൾക്കുന്ന കുടുംബങ്ങളിൽ ഇന്ന് യഥാർത്ഥ സമാധാനം വെളിപ്പെടുക മാത്രമല്ല, ശക്തന്മാരായ ചില അഭിഷിക്തന്മാരെ, നിങ്ങളുടെ തലമുറകളെ ദൈവം ഈ മീറ്റിങ്ങിന്റെ ഇടയിൽ എഴുന്നേൽപ്പിക്കും. ഇത് ചുമ്മാ ഒരു സാക്ഷ്യം പറയ പോകുമല്ല, പരിശുദ്ധാത്മാവ് ഇതിനകത്ത് സ്പർശിക്കുക തന്നെ ചെയ്യും. ആമേൻ. അപ്പൊ മരണത്തിന്റെ കെട്ട് അഴിഞ്ഞു, തീർന്നില്ല. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് തോന്നി, ഇത് സത്യദൈവം തന്നെയാണോ യേശു? 33 കോടി ദൈവങ്ങളുണ്ട്. ഒത്തിരി വർഷങ്ങൾ ഞാൻ ശബരിമലയ്ക്ക് നടന്നു പോയതാണ്. കേരളത്തിനകത്തും പുറത്തും ഒക്കെ ക്ഷേത്രങ്ങളിൽ പോയി മന്ത്രവാദികളുടെ കൂടെ, പൂജാരികളുടെ കൂടെ ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരാളാണ്. ചുമ്മാ ഇറങ്ങാൻ പറ്റത്തില്ല. യേശു സത്യദൈവമാണെന്ന് അറിയാൻ വേണ്ടി അന്നത്തെ സമയത്ത് വലിയ വലിയ ക്രൂസൈഡുകൾ നടക്കുന്നിടത്തൊക്കെ ഞാൻ രഹസ്യമായിട്ടൊക്കെ പോയി, ഈ സത്യദൈവം യേശുവാണോ? ഒത്തിരി ആളുകൾ കൂടുന്ന പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പോയി നിന്നു നോക്കി. അപ്പോൾ ഞാൻ കണ്ടൊരു സത്യം, എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവരൊക്കെ യേശു തൊടുക, എന്നെ തൊടുന്നില്ല. കാരണം ഞാൻ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി പോയതാ. ഇത് സത്യം തന്നെയാണോ, ഇതിലേക്ക് ഇറങ്ങണോ എന്നൊരു ചിന്ത വന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സർവശക്തനായ ദൈവത്തിന്റെ കരം ഒരു രാത്രിയില് വീണ്ടും ഞാൻ ആ പ്രാർത്ഥനാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞ് രാത്രി ഒരു 12 മണി, അന്ന് നൈറ്റ് പ്രയർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു വനത്തിന്റെ പ്രദേശത്തൂടി കടന്നു വരുമ്പോൾ എന്തെന്നില്ലാത്ത ഇന്നലകളിൽ എന്നെ വിട്ടുമാറിയ ചില പൈശാചിക തന്ത്രങ്ങൾ എന്നെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. എന്നെ തകർക്കാനുള്ളൊരു ശ്രമം നടത്തി. മരണത്തിന്റെ കെട്ട് ആ പാസ്റ്റർ ശാസിച്ചു, അത് വിട്ടുപോയി എന്നുള്ള സത്യമാണ്. എന്നാൽ പൈശാചിക ശക്തികൾ വിട്ടുപോയാൽ, മരണക്കെട്ടുകൾ വിട്ടുപോയാൽ, അടുത്തത് ക്രിസ്തുവിന്റെ കൃപയിൽ നമ്മൾ ശക്തിപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ചില ദോഷങ്ങൾ വന്നു ഭവിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രി 12 മണിയോടടുത്ത് ഞാൻ ചിലതിങ്ങനെ കാണാൻ തുടങ്ങി. പൈശാചിക തന്ത്രങ്ങൾ, എനിക്ക് നേരെ വരുന്ന കാഴ്ചകൾ ഞാൻ കൃത്യമായി കാണാൻ തുടങ്ങി. എനിക്ക് ചെറിയൊരു ഭയമൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് ആ ഭയം അങ്ങ് മാറുക. ഒത്തിരി ഭയം വരുന്ന സാഹചര്യത്തിൽ ഞാൻ പിറ്റേ ദിവസം വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ ആ പ്രാർത്ഥനാ റൂമിൽ ഒരു സ്ത്രീ പൈശാചിക ശക്തി ഇളകുക. ഇതൊന്നും എനിക്കറിയത്തില്ല, ഈ ഭൂതങ്ങളെ ശാസിക്കുക ഇതൊന്നും നമുക്ക് അറിയത്തില്ല. പിശാചിളകുന്ന സ്ത്രീ വിളിച്ചു പറയുക എന്റെ മുഖത്തേക്ക്. ഞാൻ കയറി ചെല്ലുമ്പോ തന്നെ ആ ദേശത്തുള്ള ശക്തികളാണ് ആ സ്ത്രീയുടെ മേൽ ഇളകിയത്. ആ സ്ത്രീ, ഞാൻ വന്ന് കയറി അത്ര നേരം അലറി വിളിച്ചോണ്ടിരിക്കുക. പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്ത്രീ അലറിക്കൊണ്ടിരിക്കുക. പക്ഷെ പെട്ടെന്ന് ഇവര് എന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ആ വാതിലേക്ക് കയറുമ്പോ തന്നെ ഈ സ്ത്രീ പറയുക, ഇന്നലെ രാത്രി നിന്നെ ഇല്ലാതാക്കുവാൻ ഞാനൊരു ശ്രമം നടത്തിയതാ. പക്ഷേ അദൃശ്യമായ ഒരു കരം നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. അതുകൊണ്ട് നിന്നെ തൊടാൻ പറ്റിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ എനിക്ക് മനസ്സിലായി, കഴിഞ്ഞ രാത്രി ഞാൻ അനുഭവിച്ചതാ. മരണത്തിനും ജീവനും നടുവിൽ മരണക്കെട്ടഴിഞ്ഞതാ. പക്ഷേ എന്നെ തകർക്കാൻ വീണ്ടും ശത്രു ശ്രമിച്ചതാ. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, അദൃശ്യനായ ദൈവത്തിന്റെ കരം അന്ന് രാത്രി എന്റെ കൂടെ എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്നവരുടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഏതൊക്കെ പ്രതിസന്ധിക്ക് നടുവിലും
സത്യദൈവമായ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഏത് ജാതിയിൽപ്പെട്ട ആളാകട്ടെ, ഏത് മതത്തിൽപ്പെട്ട ആളാകട്ടെ, എത്ര പൈശാചിക പോരാട്ടമുള്ള ഇടമാകട്ടെ, ഒരു കാര്യം ഉറപ്പാണ്, എത്ര വെല്ലുവിളിയുടെ നടുവിലും നിന്നെ ചേർത്ത് നിർത്തുന്നവന്റെ കരം ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് അനുഭവിക്കാൻ പറ്റും. ഹല്ലേലൂയ. സമയപരിധിക്കകത്ത് ഞാൻ ചുരുക്കി ചില കാര്യങ്ങൾ കൂടെ പറയാം. ഈ ദൂത് നിങ്ങൾ വിശ്വസിച്ച് കേൾക്കണം. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകും. അങ്ങനെ ഞാൻ തുടർമാനമായി പ്രാർത്ഥനയ്ക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ, ഒന്ന്, പൈശാചിക ശക്തികൾ എന്നെ കൊല്ലാൻ നോക്കി, പക്ഷെ ദൈവകരം വന്ന് എന്നെ ചേർത്ത് പിടിച്ചു. രണ്ട്, ആ സമയത്ത് എന്റെ ആ 17 വയസ്സ്, 16, 17 വയസ്സ്, അല്ലെങ്കിൽ 15, 16, 17 വയസ്സുകളിലൊക്കെ ഞാൻ കൂട്ടുകൂടുന്ന സാധാരണക്കാരുടെ കൂട്ടല്ല. ഈ വലിയ വലിയ കൊട്ടേഷൻ ടീമുകളൊക്കെ ആയിട്ട് ഈ ഗുണ്ടായിസൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം, അവരുടെ കൂടെ ഒക്കെ ഒന്ന് ചേർന്ന് നിൽക്കുവാണെങ്കിൽ നല്ലതാണല്ലോ, ഒരു വില ഉണ്ടാവും വിചാരിച്ച് അവരുടെ കൂടെ നടന്നു, അവരുടെ ഒപ്പം നടന്നു. അന്ന് ചില ആരോഗ്യമൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ അവരെന്നെ എല്ലായിടത്തും കൊണ്ടുപോകും. അപ്പൊ തല്ലാനും ഇടിക്കാനൊക്കെ അവര് കൂടെ നിൽക്കുന്നുണ്ട്, നല്ല സന്തോഷമാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറിയിട്ട് പ്രാർത്ഥനയ്ക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ പ്രധാനപ്പെട്ട അതിലൊരു ലീഡർ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് ഏറ്റവും കൂടുതൽ കേസുള്ള ആള്, എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാള്. അദ്ദേഹം എന്റെ അടുക്കലേക്ക് ഒരു ദിവസം വന്നിട്ട് ചോദിച്ചു, എന്താ പരിപാടി എന്ന് ചോദിച്ചു. എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല, കാരണം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യും. എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതാ, അറിയാവുന്ന ഒരാളാ. അപ്പൊ ഞാനൊന്നും മിണ്ടിയില്ല. അപ്പൊ അവരെന്നോട് പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് പോണ കാര്യം ഞങ്ങൾ അറിഞ്ഞു, ഒരു കാരണവശാലും നിന്നെ പ്രാർത്ഥനയ്ക്ക് വിടത്തുമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്ത് വന്ന് വിഷയം ഉണ്ടാക്കും. അവരറിഞ്ഞു, ഞാൻ ആരും അറിയാതെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് എല്ലാവരും കണ്ടാലും കുഴപ്പമില്ല, ബൈബിള് കയ്യിൽ പിടിച്ചിറങ്ങാൻ തുടങ്ങി. അപ്പൊ അതൊരു വലിയ വിഷയമായി എടുത്തു. ആദ്യം പൈശാചിക ശക്തികൾ കൊല്ലാൻ നോക്കി, ദൈവകരം ചേർത്ത് പിടിച്ചു. രണ്ട്, കൊല്ലുമെന്ന് തന്നെ, ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭീഷണി മുഴക്കിക്കൊണ്ട് ചില വ്യക്തികൾ എഴുന്നേറ്റ് വന്നു. അപ്പോഴും എനിക്കൊരു കാര്യം അറിയാം, മരണത്തിൽ നിന്ന് വിടിവിച്ചവനെ പിന്നെ കൊല്ലാൻ ആർക്ക് പറ്റും? അദൃശ്യനായ ദൈവത്തിന്റെ കരം തൊട്ടവനെ ആർക്ക് കൊല്ലാൻ പറ്റും? ഇദ്ദേഹം എന്നെ തകർക്കുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു പേടിയും തോന്നിയില്ല. കാരണം അത് എന്റെ ബലമല്ലായിരുന്നു, എന്റെ ഉള്ളിൽ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ചക്കകം നിന്റെ പ്രാർത്ഥന ഞാൻ നിർത്തിക്കും, ആ കൂട്ടായ്മയും തകർക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ആളുകളെ വിളിക്കുന്നറിയാം. എനിക്കറിയാം അദ്ദേഹം അത് ചെയ്യും, എന്തായാലും പ്രതികൂലം വരുമെന്ന് എനിക്ക് ഉറപ്പാ. എന്നാൽ വിട്ടുകൊടുത്തില്ല, പ്രാർത്ഥനയ്ക്ക് തന്നെ പോയി. സംഭവിച്ചറിയുമ്പോ കൃത്യം ഒരാഴ്ചക്കകം അദ്ദേഹം ഈ വനത്തിന്റെ ഒരു സൈഡിൽ തൂങ്ങി മരിച്ചു. അദ്ദേഹം മരിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ അദ്ദേഹം മരിക്കാൻ കാരണമായിട്ട് ആളുകൾ പറയുന്നത്, ഒരു സ്ത്രീയുമായി എന്തോ ബന്ധത്തിൽ എന്തോ ഒരു വിഷയം നടന്നു, അതുകൊണ്ടാണ് മരിച്ചെന്ന് ആൾക്കാർ പറഞ്ഞു. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എന്തെന്നറിയാമോ? അദ്ദേഹം എത്ര നാണക്കേടുണ്ടെങ്കിലും പരസ്യമായിട്ട് ആ ദേശത്തോട് നടക്കുന്ന ആൾ. അദ്ദേഹത്തിനൊരു വിഷയമല്ല നാണക്കേട്. എന്തു പറ്റിയാലും അദ്ദേഹം മരണത്തിലേക്ക് പോകത്തില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, വിഗ്രഹങ്ങളെ മാത്രം സേവിച്ചുകൊണ്ട് നടന്ന കൽദയ പട്ടണമായ ഊരിൽ നിന്ന് അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, എന്റെ പിതൃഭവനത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം. പക്ഷേ വിളിയുള്ളത് അബ്രഹാമിനാ, പക്ഷേ നടത്തിയത് തേരഹ. വന്ന് ഹാരാനിൽ പാർത്തു. ദൈവത്തിന് മനസ്സിലായി, വാഗ്ദത്തങ്ങളിലേക്ക് വിടാൻ തടസ്സം തേരക്ക് മരിച്ചു. അന്ന് ദൈവശബ്ദം വെളിപ്പെട്ടു, അബ്രഹാമേ പുറപ്പെടുക. അപ്പൊ വാഗ്ദത്തമുള്ള, ഇന്ന് എനിക്കറിയത്തില്ല, കുറെ നാളുകൾക്ക് ശേഷം കർത്താവ് എന്നെ ഉപയോഗിക്കാൻ വേണ്ടി വച്ചതാ, അതൊന്നും അന്ന് അറിയുന്നില്ല. അങ്ങനെ ദൈവം തന്റെ പ്രവൃത്തിക്ക് വേണ്ടി കണ്ടവനെ തടയാൻ ആര് ശ്രമിച്ചാലും ദൈവം നീക്കേണ്ടവനെ നീക്കും. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചൊന്ന് സ്തോത്രം പറയുന്നത് നല്ലതാ. ഇത് ഒരു ആത്മീക ശുശ്രൂഷയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ചർച്ചകളിൽ, കേരളത്തിലെ മിക്ക IPC ചർച്ചകളിലും മറ്റ് സ്വതന്ത്ര ചർച്ചകളിലും ഒരുപാട് ചർച്ചകളിൽ പ്രസംഗിക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ. അവിടെ എല്ലാം
സാക്ഷ്യം പറയാൻ പറയും, ചിലർ നിയോഗത്തോടെ ഞാനിത് പറയാറുണ്ട്. ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്. എത്ര വെല്ലുവിളിയുടെ നടുവിലാണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, എന്നെ ഇല്ലാതാക്കുമെന്ന് ഒരാഴ്ച കഴിഞ്ഞ് നിന്നെ അത് നിർത്തത്തില്ല. പ്രാർത്ഥന തകർത്ത് കളയും, ആലയം തകർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ ആള് ഒരു മരത്തിന്റെ മുകളിൽ കെട്ടിത്തൂങ്ങി മരിച്ചു കിടക്കുന്നു. എന്തായിരിക്കും കാരണമെന്ന് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. ഒരിക്കലും ഒരു കേസിലും നാണക്കേട് വന്നാലും മുണ്ട് കയറ്റി ഉടുത്തു പരസ്യമായി ദേശത്തോടെ നടന്നു പോകുന്ന ഒരാളാ. അദ്ദേഹത്തിന് നാണക്കേടില്ല. അദ്ദേഹത്തിന്റെ ചരിത്രം എനിക്കറിയാം. ഒരു ചെറിയ കേസിന് അവൻ ആത്മഹത്യ ചെയ്തു. സത്യത്തിൽ അത് ആത്മഹത്യ ചെയ്തതല്ല. ദൈവത്തിന് മനസ്സിലായി ഒരാഴ്ചക്ക് ശേഷം അവൻ പ്രാർത്ഥനയും തടയും, എന്നെയും തടയാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ദൈവം അവനെ നീക്കി. ദൈവം ആളുകളെ കൊല്ലുമോ എന്നൊക്കെ ചോദിക്കരുത് എന്നോട്, അതിന് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ദൈവം പ്രാർത്ഥിക്കുന്ന അനന്യാസുമാർ പട്ടണത്തിലുണ്ടെങ്കിൽ ശൗലിനെ തടയാൻ ദൈവത്തിന് കഴിയും. Praise the Lord Jesus. Amen. ഈ ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയാം, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ സാക്ഷ്യം കേട്ടുപോകുക മാത്രമല്ല, ഉറപ്പും വരണം. ദൈവ സാന്നിധ്യം അനുഭവിക്കണം. ഇന്നൊരു വലിയ പ്രത്യാശ ഉണ്ടാവണം. Praise the Lord Jesus. Amen. അങ്ങനെ ഞാൻ തുടർമാനമായി പ്രാർത്ഥനയ്ക്ക് ആക്റ്റീവ് ആകാൻ തുടങ്ങി. ശരിക്ക് ആ ദൈവദാസന്റെ കൂടെ നിന്നു. നമ്മൾ നിൽക്കുന്നിടത്ത് വിശ്വസ്തനാകണം. വിശ്വസ്തനായി അവിടെ ഞാൻ എന്നിട്ട് പണിക്ക് പോകാൻ തുടങ്ങി. ഞാൻ ജോലി ചെയ്ത് ആ ദേവദാസൻ അന്ന് നിന്നോടത്ത വാടക ഞാൻ കൊടുക്കും, അദ്ദേഹത്തിന് അരി മേടിച്ചു കൊടുക്കും, അദ്ദേഹത്തിന് പച്ചക്കറി മേടിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഈ ജാതീയ ആചാരത്തിൽ നിന്ന് വന്നപ്പോൾ എല്ലാവരും വെറുത്ത ഞങ്ങളെ ആത്മാർത്ഥതയോടെ ദൈവദാസൻ സ്നേഹിച്ചു, കരുതി. ഇതുപോലത്തെ ഒരു സ്നേഹം, അത് ക്രിസ്തുവിന്റെ സ്നേഹമാ. അതുകൊണ്ട് ഞങ്ങൾക്കും ആ വീട്ടുകാരോട് ഭയങ്കര സ്നേഹം തോന്നി. സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. സകല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ആ വീടിന് വേണ്ടതെല്ലാം പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് ആ ദൈവസഭയ്ക്ക് വേണ്ടി, ആ ദൈവദാസന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ തുടങ്ങി. ഒരല്പം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഞാൻ നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അവിടെ ഏറ്റവും നല്ല ശമ്പളത്തിന് ഞാൻ ജോലി ചെയ്തു. എന്നെക്കാൾ ഒത്തിരി വർഷം മുമ്പ് ജോലി ചെയ്യുന്നവർക്ക് കിട്ടാത്ത ശമ്പളം ദൈവം എനിക്ക് തന്നു. ആ ശമ്പളം തന്നത് അന്നത്തെ കാലത്ത് ചിലരെ സഹായിക്കാനും ചില ദൈവദാസന്മാർക്കൊക്കെ വേണ്ടിയായിരുന്നു. എന്തുമാകട്ടെ, അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി ദൈവവചനം പഠിക്കണം. ഞാൻ 4 ബൈബിൾ കോളേജിൽ പഠിച്ച ഒരാളാണ്. യേശു സത്യമാണോ എന്ന് വചനപ്രകാരം പഠിച്ച് മനസ്സിലാക്കി. എങ്കിലും എന്റെ സ്വഭാവത്തിന് പൂർണ്ണമായി മാറ്റം വന്നില്ല. നമുക്കറിയാലോ, ഈ ദേഷ്യ സ്വഭാവവും അങ്ങനെ എന്തും ചെയ്യാൻ മടി കാണിക്കാത്തൊരു സ്വഭാവം ഉണ്ടല്ലോ. സ്വർഗം പറഞ്ഞു, അങ്ങനെ സ്വഭാവം വെച്ചാൽ നിന്നെ ഈ മാർഗത്തിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 100-300 ചെറുപ്പക്കാരുള്ള ഒരു ജോലി സ്ഥലത്തേക്ക്, ചെറുപ്പക്കാരുള്ളിടത്തേക്ക് എന്നെ വിട്ടു. 5 വർഷം ഞാൻ ആ കമ്പനിയിൽ നിന്നു. ആ കമ്പനിയിൽ നിന്നിട്ട് പോലും പൂർണ്ണമായി മാനസാന്തരപ്പെടാൻ പറ്റി. പക്ഷേ 5 വർഷം കഴിഞ്ഞതിന് മുമ്പ് കംപ്ലീറ്റ് മാനസാന്തരപ്പെട്ടവനെ പോലെ ഞാൻ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോ സ്വർഗം പറഞ്ഞു, നീ എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. ഞാൻ അന്ന് ജോലി ഇട്ടേച്ച് കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിച്ചു. എവിടെ പോണം വേല ചെയ്യാൻ? ഏത് സ്ഥലത്തും പോണം. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കാര്യം മനസ്സിലാക്കാം. എന്നെ ദൈവം കാണിച്ച എന്റെ പട്ടണവുമായി ബന്ധപ്പെട്ട് തകർന്നു കിടക്കുന്ന, മരണം കാത്തു കിടക്കുന്ന, അന്ധകാരം നിറഞ്ഞൊരു കോളനിക്കകത്തേക്ക് കർത്താവ് എന്നെ കാണിച്ചു. അവിടെ ചെല്ലണം, ആ സ്ഥലത്ത് നീ വേല ചെയ്യണം. ഞാൻ ദൈവവചനം പഠിച്ചു, അന്യഭാഷയിൽ നിറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങി. ആ സ്ഥലത്ത് ആദ്യമായി ആകെ അറിയാവുന്നത് ഒരു സങ്കീർത്തനം വായിക്കാൻ മാത്രം അറിയാം, വേറെ ഒന്നും അറിയത്തില്ല. എന്നാൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. പിന്നെ ആകെ അറിയാവുന്ന അന്യഭാഷയിൽ ശരിക്കും ആരാധിക്കും. രാത്രിയും പകലും അന്യഭാഷയിൽ ആരാധിക്കാൻ അറിയാം. ഞാൻ ചെന്ന് നമ്മുടെ ദേശം, ഞങ്ങൾ നിൽക്കുന്ന ഇടം, അവിടെ ചെന്ന് സ്വന്തമായിട്ട് ഒരു 5 സെന്റ് സ്ഥലത്തിൽ അന്ന് 5 ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയ പ്രാർത്ഥിക്കാനൊന്നും നാണക്കേടില്ല എനിക്കിപ്പോ. ഇതിനകത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഹലോ, കണ്ടിന്യൂ ചെയ്തു. കേൾക്കുന്നില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. അങ്ങനെ ദൈവത്തിന്റെ
ഹിതപ്രകാരം ഒരു സ്ഥലത്തേക്ക് കയറി ചെന്ന് പ്രാർത്ഥന ആരംഭിച്ചു. ആ ജീവിതത്തിൽ ഒരുപാട് പേരുടെ മുമ്പിൽ നാണം കെട്ട് ഒരുപാട് പേർക്ക് തലവേദനയായി മാറിയ ഞാൻ നേരോടെ വിശ്വസതയോടെ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയപ്പോൾ ആ ദേശത്ത് എനിക്കുണ്ടായ പ്രതിസന്ധി ചെറുതല്ല. 7 വർഷക്കാലം ഞാൻ പോയി നിന്നത് മന്ത്രവാദികൾ നിറഞ്ഞിടം, ഓരോ വീട്ടിലും 6 വച്ച് സേവിക്കുന്ന ദേശം, ഒറ്റ ദൈവദാസന്മാരില്ല, ഒറ്റ സഭകളില്ല, ഒരു പ്രാർത്ഥിക്കുന്നവൻ പോലും ഇല്ലാത്തൊരിടത്തേക്ക് എന്നെ കൊണ്ടുപോയി നിർത്തി. ഒരു കാര്യം ഉറപ്പുണ്ട്, ആ പട്ടണത്തിൽ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നം കുടുംബത്തിനകത്ത് വരാൻ തുടങ്ങി, രോഗങ്ങൾ കയറാൻ തുടങ്ങി. സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടാൻ ഞങ്ങളെ കൊണ്ടു നിർത്തിയ ദേശത്ത് ആളുകൾ ഞങ്ങളെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ഓടിക്കൂടിയിട്ട് പറഞ്ഞു ഇത് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് സംഘടനകൾ എഴുന്നേറ്റ് വന്നു, ജാതീയ ആളുകൾ എഴുന്നേറ്റ് വന്നു, വടിയും കോലും കല്ലുമായിട്ടൊക്കെ ഞങ്ങളെ കൊല്ലാൻ ഇറങ്ങിത്തിരിച്ചു. ഞാൻ ഇറങ്ങിത്തിരിക്കുന്നവർ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു, ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലേക്ക് പ്രാർത്ഥിക്കാൻ വാഹനങ്ങളിൽ ആരെങ്കിലും വന്നാൽ അവരെ തടയാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് ഞങ്ങളെ ആ ദേശത്ത് നിന്ന് ഓടിച്ചു കളയാൻ ദേശക്കാര് മുഴുവനും ആളുകൾ അവിടെ കൂട്ടം കൂടി സംസാരിക്കാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഭയങ്കര 7 വർഷമാ പ്രതിസന്ധി. 3 വർഷം ഞാനൊരു തീരുമാനമെടുത്തു, മരിക്കേണ്ടി വന്നാലും ദേശത്തുനിന്ന് പോകത്തില്ല. കാരണം മരണത്തിൽ നിന്ന് വിടിവിച്ചവൻ എന്റെ കൂടെ ഉണ്ടെന്നുള്ള തെളിവ് എനിക്കറിയാം. ആ ദേശത്ത് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി, ആരാധിക്കാൻ തുടങ്ങി. രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ അന്യഭാഷകളിലും അഭിഷേകത്തിൽ നിറഞ്ഞാരാധിക്കാൻ തുടങ്ങി. ആ ദേശക്കാര് മുഴുവൻ എന്നെ തകർക്കാൻ വേണ്ടി സകല മന്ത്രവാദവും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം തന്റെ ദൂതന്മാരുമായി ഞാൻ നിൽക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വന്നു. ഞാനത് നേരിട്ട് കാണാൻ തുടങ്ങി. എന്റെ ആത്മക്കണ്ണ് തുറക്കാൻ തുടങ്ങി. ഞാൻ രാത്രിയും പകലും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് ഒരു കൃപാവരം കിട്ടാനല്ല, ഒരു ശുശ്രൂഷ കിട്ടാനല്ല. ആ ദേശത്ത് ഞങ്ങളെ ഇല്ലാതാക്കാൻ ആളുകൾ ശ്രമം തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, എന്റെ കുടുംബത്തിലുള്ളവരെ മരണത്തിൽ രക്ഷിക്കാൻ വേണ്ടി, ഞാൻ മരണത്തിൽ രക്ഷപ്പെട്ടവനാ, പക്ഷേ മന്ത്രവാദികൾ എഴുന്നേറ്റു, ചുറ്റുപാടുള്ളവർ എഴുന്നേറ്റു, സംഘടനകൾ എഴുന്നേറ്റു, ഓടിക്കും അല്ലെങ്കിൽ തകർക്കുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കി നേരിട്ട് വന്ന് ചീത്ത പറഞ്ഞ് അനാവശ്യം കേട്ട് എന്നാൽ ഞാനൊരു തീരുമാനമെടുത്തു. ഈ ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, ഇത് മരിക്കേണ്ടി വന്നാലും ഈ ദേശത്ത് പോകത്തില്ല, ഇത് താഴെ വെക്കത്തില്ല, എന്തു വന്നാലും രണ്ടും കൽപ്പിച്ച് നിന്നു. പക്ഷേ വിശ്വസ്തനായ ദൈവം അവിടെ ഇറങ്ങി വന്ന് എന്റെ ആത്മക്കണ്ണ് തുറക്കാൻ തുടങ്ങി. അന്നു മുതല് വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ഒരു പ്രൊഫറ്റിക്കൽ വിഷൻ സ്വർഗം എന്റെ കൺമുമ്പിൽ തുറക്കാൻ തുടങ്ങി. മടുത്തു പോകേണ്ട ദിവസങ്ങൾ. 7 വർഷം മോശയെ പോലെ കണ്ണുനീരോടെ കരയാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. നിങ്ങൾക്കറിയാമോ, 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, ആ ദേശത്തുനിന്ന് ഒരാളല്ല കേട്ടോ, ആ ദേശക്കാര് മുഴുവനും, ആ ദേശത്ത് ജാതീയ ക്ഷേത്രങ്ങളാ ഉള്ളത്, വിശ്വാസികളില്ല, ക്രിസ്ത്യാനികൾ അവിടെ ഇവിടെ ചിതറിക്കിടക്കുന്നുള്ളൂ. ഞങ്ങളെ ഇല്ലാതാക്കാൻ സകല പദ്ധതികളും ഒരുക്കുന്ന ഒരു രാത്രി. പിറ്റേ ദിവസം ഒരാഴ്ചക്കകം ഞങ്ങൾ ആ ദേശത്ത് ഓടിക്കുമെന്ന് നേരിട്ട് വന്ന് പറഞ്ഞു, നശിപ്പിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ വെളുപ്പിന് 2 മണി തൊട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പ്രാർത്ഥന ആരംഭിച്ച് 1 ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു. അങ്ങനെ ഒരാഴ്ച ആകുന്നതിന് തൊട്ടടുത്ത നിമിഷം ഒരു പ്രത്യേകമായ എൻകൗണ്ടർ ഉണ്ടായി. 8 ദൈവദൂതന്മാർ, അതും ആർമിയുടെ വേഷത്തിൽ, ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധിപതി 8 പേർ ആ പട്ടണത്തിൽ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. കാരണം ആ ദിവസങ്ങളിൽ തീച്ചൂളെ കൂടെ പോവാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതുപോലത്തെ അനുഭവത്തിലൂടെ കയറിപ്പോയ. കാരണം പ്രാർത്ഥനയല്ലാതെ
കൃത്യമായി ഒന്ന് ആഹാരം കഴിക്കാൻ പോലും സ്വസ്ഥതയില്ലാതെ പട്ടിണി കിടന്ന് ഞാൻ 3 വർഷം ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. 40, 21 അങ്ങനെ 3 വർഷം ഉപവസിച്ച് അങ്ങനെ ഇരിക്കും. പ്രതികൂലങ്ങളുടെ നടുവിൽ ഞാൻ കണ്ടു യഥാർത്ഥ ദൈവത്തിന്റെ സൈന്യങ്ങളുടെ ദൈവം. ആ 8 ദൂതന്മാർ ആ ദേശത്ത് ഇറങ്ങി വന്നു. ഞാൻ ആത്മാവിൽ കണ്ടു. ആ ദൂതന്മാർ എന്നെ നോക്കി, എന്റെ മുഖത്തേക്ക് നോക്കുകയാ. സംഭവിച്ചെന്തെന്നറിയാമോ? ഏറ്റവും വലിയ പ്രതികൂലത്തിന്റെ തീച്ചുള ആ ദൈവദൂതന്മാർ ഇറങ്ങി. പിന്നെ ആ പ്രതിസന്ധി ആ പട്ടണത്തിന്റെ അകത്ത് ഉയർന്നിട്ടില്ല. ആ പ്രതിസന്ധി ഒതുങ്ങാൻ തുടങ്ങി. ആ പ്രതിസന്ധി ബലഹീനപ്പെട്ടു പോകാൻ തുടങ്ങി. ഒരു ദിവസത്തിനകം, പിറ്റേ ദിവസം, ഒരാഴ്ച കഴിഞ്ഞു, അതിന്റെ പിറ്റേ ദിവസം എല്ലാ പദ്ധതിയും ആ ദേശത്തിട്ടു. എല്ലാവരും കൂടി പ്ലാൻ ഇട്ടു. ആ ദേശത്ത് നാണം കെടുത്തി ഇവിടെ നിന്ന് ഓടിക്കണം. അതിനുള്ള പ്ലാൻ എല്ലാം ഇട്ട് കഴിഞ്ഞു വരും. പക്ഷേ സംഭവിച്ചെന്താണെന്നറിയാമോ? ആ മാനുഷിക പ്ലാനുകളെ പൊളിച്ചു. ദൈവത്തിന്റെ പ്രത്യേകത, മനുഷ്യൻ, മന്ത്രവാദികൾ ക്രിയ ചെയ്യുന്നവരാ. എന്റെ ദൈവം പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവമാ. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഈ സമയത്ത് സ്തോത്രം ചെയ്തു. പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ഒരു ദൈവം തന്റെ ദൂതന്മാരെ പട്ടണത്തിലയച്ചു. ദൈവദൂതന്മാരെ 8 പേരെ. പിന്നെ അവര് ദേശത്തിട്ട പദ്ധതി പരാജയപ്പെട്ടു. ആ പദ്ധതി പൊളിഞ്ഞുപോയി. ആ പദ്ധതി അവിടെ നടന്നില്ല. എനിക്ക് മനസ്സിലായി, ഇത്ര വലിയ തീച്ചൂള വന്നത്, ഇത്ര വലിയ പ്രതിസന്ധി വന്നത് തൊട്ടടുത്ത വീട്ടുകാര്, ദേശത്തുള്ളവർ മുഴുവനും തൊട്ടടുത്തുള്ള വീട്ടുകാരും എല്ലാം തിരിഞ്ഞു. വെറുത്തവരെ പോലെ, എന്തോ വലിയ ദ്രോഹം ചെയ്യുന്നവരെ പോലെ, പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞ് പുച്ഛിച്ച്, എന്ന് പറഞ്ഞാൽ ഒരാളെ പോലും സപ്പോർട്ട് ചെയ്യാനില്ല, ഒരാൾ പോലും നമ്മോട് ചേർന്ന് നിൽക്കാനില്ല. ഒരാശ്വാസ വാക്ക് പറയാൻ ആരെങ്കിലും വരണ്ടേ? ഒരു കുടുംബമെങ്കിലും വരണ്ടേ? എല്ലാവരും വെറുക്കപ്പെട്ടവരെ പോലെ കാണുന്നു. എന്തോ അവര് മാർഗവാസികളാണ്, അവര് ജാതികളിൽ നിന്ന് വന്നവരാണ്, വിശ്വാസത്തിലേക്ക് വന്നവരാണെന്നൊക്കെ പറഞ്ഞ് വെറുത്ത് തള്ളിക്കളയില്ലേ? പക്ഷെ ഒരു കാര്യം കണ്ടോ? അങ്ങനെ വെറുത്തവന് വേണ്ടി സ്വർഗം തന്റെ ദൂതന്മാരെ അയച്ചു. ആ ദേശത്ത് ആ പ്രതിസന്ധി അവര് പൊളിച്ചു കളഞ്ഞു. പിന്നെ പ്രാർത്ഥന ആരംഭിച്ചു. വരാൻ പോകുന്ന കാര്യങ്ങളെ കർത്താവ് കാണിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ കർത്താവ് കാണിച്ചത് ഇങ്ങനെയാണ്. അവരാ ദേശത്ത് ഭയങ്കര പൂജകളും ഹോമങ്ങളും ഭയങ്കരമായ കാര്യങ്ങളൊക്കെ അവര് നടത്താൻ തുടങ്ങി. ഈ പ്രാർത്ഥനയ്ക്കെതിരെ നടത്താൻ തുടങ്ങി. സ്വർഗം ഒരു കാഴ്ച കാണിച്ചു. അവരവിടെ ശക്തി വർദ്ധിപ്പിക്കുവാണ്. നീ നിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ദൈവസല്ല് ഉപവസിക്കാൻ തുടങ്ങി. അവരവിടെ ശക്തി വർദ്ധിപ്പിക്കും, ഞാൻ ഇവിടെ ഉപവസിക്കാൻ തുടങ്ങും. കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുന്നല്ലേ? ദൈവമാധവത്തിൽ ചേർന്നിരുന്നപ്പോൾ എന്റെ ആത്മാവിൽ എനിക്ക് മനസ്സിലായി, ഇന്ന് വരെ കാണാത്ത കാഴ്ചകൾ കാണുന്നു. ശക്തി വർദ്ധിക്കാൻ തുടങ്ങി. അവരവിടെ പദ്ധതി ഇടും, ഞാനിവിടെ ആത്മാവ് കാണിക്കും. ആ പദ്ധതിയെ ബ്രേക്ക് ചെയ്ത് കളയാൻ തുടങ്ങി. അങ്ങനെ ദുഷ്ടന്റെ പദ്ധതികളെ ദൈവം ആ പട്ടണത്തിൽ പൊളിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ പിന്നെ ഉപവസിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ സംഭവിച്ചത്, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുനർപ്രതിഷ്ഠ എഴുതി വച്ചിരിക്കുക. ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ ദേശത്ത് സത്യാരാധന അവിടെ വെളിപ്പെട്ടപ്പോ അന്യാരാധനകൾ അവിടെ ദേശത്തുനിന്ന് മാറാൻ തുടങ്ങി. ദേശശക്തി ഇളകി 3 തവണ ദേശത്ത് ശക്തി ഇളകിപ്പോയി. 3 തവണ, 1ഉം 2ഉം അല്ല. അവരവിടെ പണി തുടങ്ങുമ്പോൾ ദൈവമക്കൾക്കറിയാം, നമ്മൾ കാത്തിരുന്ന് ശക്തിയെ പുതുക്കുന്നവരാ. ഞാൻ 3 വർഷം പട്ടിണി ഇരുന്ന് ഉപവസിച്ചു കുടുംബമായി. ആ സമയത്ത് സ്വർഗ്ഗനോട് പറഞ്ഞു, നീ വയറൊട്ടി ഉപവസിക്കുന്നോണ്ടല്ല വിടുതൽ വരുന്നത്, എന്റെ വചനത്തിന്റെ വെളിപ്പാട് നിന്റെ ഉള്ളിൽ കത്തിയാൽ അന്ന് വിടുതല. ഞാൻ എന്റെ അറിവില, എനിക്കറിയാവുന്ന ആകെ അന്യഭാഷ പറയുക, കൈയടിച്ച് പ്രാർത്ഥിക്കുക, പട്ടിണി ഇരിക്കുക, ഉപവസിക്കുക എന്നാണല്ലോ പറയുന്നത്. പക്ഷെ സ്വർഗം പറഞ്ഞു, അതുകൊണ്ടല്ല വിടുതല്, എന്റെ വചനത്തിന്റെ വെളിപ്പാട്. അന്ന് വചന വെളിപ്പാട് തുറന്നതാ, ദൈവത്തിന്റെ ശബ്ദം തുറന്നതാ. 23 കൊല്ലമായി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ചത്തുകിടക്കുന്ന സഭകൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഉണരുക, ബലഹീനപ്പെട്ട് കിടക്കുന്ന ദൈവഭൃത്യന്മാർ ഉണരുകയാ, ഭയങ്കര ദൈവപ്രഭ നടക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ പല ഇടങ്ങളിലേക്ക് ജാതീയ ക്ഷേത്രത്തിൽ പോകേണ്ട വിശ്വാസികൾ പല ഇടങ്ങളിലേക്ക് ചിതറിപ്പോകുന്നത്
അവിടുത്തെ പൂജാരിമാർ പ്രശ്നം വെച്ച് നോക്കിയപ്പോ മനസ്സിലായി ഇവരെല്ലാവരും സ്വന്തം ദേശത്ത് നിന്ന് കഥ ചിതറിപ്പോവാ. അവർ ചെയ്തൊരു കാര്യം, ഇതിന് കാരണക്കാരൻ ആ ദൈവദാസനാ. എന്ത് ചെയ്യണം? എന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി നിലത്ത്, ഒരു പൂജാരി ഒരു നിലത്ത് എന്റെ പോലെ ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി അതിന്റെ മേൽ പൂജ ചെയ്യാൻ തുടങ്ങി. നശിപ്പിക്കണം, മരണത്താൽ മാറ്റപ്പെട്ടു പോണം എന്ന ചിന്തയിൽ അവരിത് ചെയ്യാൻ തുടങ്ങി. എന്നാൽ പരിശുദ്ധാത്മാവ് കൃത്യസമയത്ത് എന്നെ അത് അറിയിച്ചു. ഞാൻ ദൈവസല്ല് മുട്ടുമടക്കി. നിങ്ങൾ വിശ്വസിക്കണം, മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എന്തായാലും ഒരു ചലനം ദേശം നടക്കി. ഞാൻ പറയാം, ഒരു ദേശത്ത് കർത്താവിന്റെ വേലയുമായി നിൽക്കുന്നവരുണ്ടെങ്കിൽ, സുവിശേഷ വേലയ്ക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിശക്തമായിട്ട് നിൽക്കണം, പുറകോട്ട് പോകരുത്. വിശ്വസ്തന്മാരുടെ ഞാൻ പറയാം, വിശ്വസ്തന്മാരായി നിൽക്കുന്നവര്, കൃപയിൽ നിൽക്കുന്നവർക്ക് പ്രശ്നം ഒരു പ്രമോഷന് വേണ്ടിയാണ്, തകർച്ചയ്ക്കല്ല. അങ്ങനെ നിൽക്കുമ്പോ സർവശക്തനായ ദൈവം കാണിച്ചു, ദൈവം ഇങ്ങനത്തെ ഒരു പണി ചെയ്യുക. ദൈവസല്ല് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ഈ പോരാട്ടങ്ങളെ ദൈവാത്മാവിൽ ശാസിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതും ആത്മനിയോഗത്തോടെ അതിനെ വെട്ടി പ്രാർത്ഥിച്ചു. അത് എന്നേക്കുമായി മാറിപ്പോകാൻ തുടങ്ങി. സംഭവിച്ചതറിയാമോ? സ്വസ്ഥത കെട്ടു 7 വർഷം കണ്ണുനീരും പ്രാർത്ഥനയും പ്രശ്നങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും ദേശത്തെ അപമാനങ്ങളും വെല്ലുവിളികളും എന്ന് പറഞ്ഞാൽ പുറത്തു വരാൻ പറ്റാത്ത നിലവാരത്തിൽ. പിന്നെ എന്റെ ഒരു തീരുമാനം, മരിക്കേണ്ടി വന്നാലും സത്യത്തെ അറിഞ്ഞാലേ അതിനു വേണ്ടി തന്നെ നിൽക്കും. അങ്ങനെ നിന്നപ്പോൾ എനിക്ക് അവസാനം എന്റെ സഹോദരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് ദേശത്തുനിന്ന് മാറി വേറൊരു വീട് മേടിച്ച് സ്വസ്ഥമായി എങ്ങടെങ്കിലും മാറാം. കാരണം ഈ പട്ടണത്തിൽ നിന്ന പ്രശ്നം കുറച്ച് മാറും, പിന്നെയും വരും, പിന്നെയും പ്രശ്നം മാറും, പിന്നെയും വരും. അപ്പൊ വീട്ടിൽ നിന്ന് പോകാം, ആ നാട് വിട്ട് പോകാം എന്ന് വിചാരിച്ച് അവിടുന്ന് ഒരു 7 കിലോമീറ്റർ ദൂരേക്ക് പോയി വീട് നോക്കി അത് വാങ്ങിക്കാമെന്ന് പ്ലാൻ ഇട്ടു. എല്ലാം റെഡിയായി വന്നു. വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോ സ്വർഗം പറഞ്ഞു, നിന്നെ ഒരു സ്ഥലത്തേക്കും വിടത്തില്ല, നീ കണ്ണുനീര് വീണ അതേ മണ്ണിൽ നീ അവിടെ താമസിക്കുമെന്ന് പറഞ്ഞു കർത്താവ്. പോകാൻ തീരുമാനിച്ച, പ്രതിസന്ധികളുടെ നടുവിൽ ദേശം വിട്ട് പോകാൻ തീരുമാനിച്ച എന്റെ ഉള്ളിൽ അന്ന് രാത്രി കർത്താവ് കാണിച്ചു, ഒരു സ്ഥലത്തേക്ക് നീ പോവില്ല. ഈ ചെറിയ വീടിന്റെ അകത്ത് അത് അല്പം കൂടി വിശാലപ്പെടുത്തി ഞാൻ ഈ മണ്ണിൽ തന്നെ വീട് പണിയും, ഇവിടെ തന്നെ നിന്നെ നിർത്തും, ഇവിടെ തന്നെ നിന്നെ മാനിക്കും, മന്ത്രവാദികളെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും, നിനക്ക് എതിരായി നിന്നവർ നിന്റെ വീട്ടിൽ വന്ന് നിന്നോടൊപ്പം പ്രാർത്ഥിക്കും, നീ അവർക്ക് പ്രാർത്ഥിച്ച് അവരെ രോഗികളെ സൗഖ്യമാക്കും, ഈ ബന്ധിക്കപ്പെട്ടവർ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞവർ നിന്റെ മുമ്പിൽ മുട്ടുകുത്തുമെന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ വീട് പണിയാൻ വേണ്ടി, പഴയ വീട് ഒരു ചെറിയ വീടാ, അത് പൊളിച്ചു കളഞ്ഞു. അത് പൊളിച്ചു കളഞ്ഞിട്ട് അതുപോലത്തെ ഒരു ചെറിയ ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിച്ചു, ചെറിയൊരു വീട് പണിയാൻ ആഗ്രഹിച്ചു. ഷെഡ് കെട്ടി. അപ്പോഴും ശക്തമായ എതിർപ്പാ. ചുറ്റുപാട് രാത്രി ആളുകൾ, കൊട്ടേഷൻ എന്ന് വെച്ചാൽ എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത ആളുകൾ. ഞാൻ അങ്ങനത്തെ ആളായിരുന്നു. ഞാൻ മനസാന്തരപ്പെട്ടു വന്നപ്പോൾ എന്നെ ഇല്ലായ്മാക്കാൻ അതുപോലത്തെ ചെറുപ്പക്കാർ ഇറങ്ങിത്തിരിക്കുക. രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും. ഒരു അന്ധകാര കോളനിക്കകത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അന്ധകാര കോളനി എന്നാ അതിന്റെ പേര്. നല്ല പേരൊന്നുമല്ല, അന്ധകാരം പിടിച്ച കോളനിയാ. അങ്ങനെ രാത്രി ഷെഡിന്റെ അകത്ത് കിടക്കുമ്പോൾ എനിക്ക് ഉറക്കമില്ല. കാരണം എന്റെ വീട്ടിലെല്ലാവരും ഉറങ്ങും, എനിക്ക് ഉറക്കമില്ല. കാരണം ഈ ദൈവനിയോഗമുള്ളവന് ഈ പ്രശ്നങ്ങളിലൊക്കെ നടുവില് ചുമ്മാ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഇതിന് ഡോറില്ല, ഷെഡ് കെട്ടിയിരിക്കുക, ഒരു തുണി കൊണ്ടാ മറയ്ക്കുന്നത്. അങ്ങനെ സുവിശേഷ വിരോധികളും കൊല്ലാൻ നോക്കുന്നവരും ആഭിചാരത്തിന്റെ ഏലസുകളും തകിടുകളൊക്കെ കൊണ്ടുവന്ന് എറിഞ്ഞിടുന്ന അങ്ങനത്തെ ഒരു സ്ഥലം, സ്വസ്ഥമാകത്തിൽ അങ്ങനത്തെ ഒരു പ്രദേശം. അങ്ങനെ നിൽക്കുമ്പോൾ രാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ആത്മനിയോഗം ഉണ്ടായി. എന്റെ ശരീരത്തിന്മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രത്യേകമായി ഞാൻ അനുഭവിച്ചു. അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ശരീരം ഫ്രീ ആയി. ടെൻഷനൊന്നുമല്ല, എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ഇരുന്നപ്പോ. പെട്ടെന്ന് എന്റെ ആ ഭയവും ഭീതിയും ക്ഷീണവും ഒക്കെ മാറിയിട്ട് എന്റെ ശരീരം ഫ്രീ ആയി. പെട്ടെന്ന് എന്റെ ആത്മകണ്ണുകൾ തുറക്കുക. ഞാൻ കാണുന്നു എന്റെ കുടുംബം, എന്റെ വീട്ടിലുള്ള എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യയും മക്കളും എന്റെ മാതാവും ഇവരൊക്കെ കിടക്കുന്ന ഷെഡിന്റെ അകത്ത് തലയ്ക്കും ഭാഗത്ത് ഒരു ദൈവദൂതൻ വന്നു നിൽക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചൊരു ചോദ്യം, എപ്പോഴാ വന്നത്? അപ്പൊ അവരെന്നോട് പറയുവാണ്, നീ കൃപയിൽ വന്ന അന്ന് തൊട്ട് നിന്റെ കൂടെ ഞങ്ങളുണ്ട്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. സ്തോത്രം കൃപയിൽ വന്ന യേശുവേ, അന്ന് തൊട്ട് ഞാൻ സ്തോത്രം. നിന്റെ കൂടെയുണ്ട്. പക്ഷേ Amen. Glory. ഇപ്പോൾ ഞാൻ നിന്നെ വെളിപ്പെടുത്താൻ കാരണം അത്ര സമ്മർദ്ദങ്ങളുടെ നടുവിൽ നീ പെട്ടിരിക്കുകയാ. സ്തോത്രം, സ്തോത്രം, അതുകൊണ്ട് ഞാൻ സ്തോത്രം. നിന്നെ അതൊന്ന് കാണിക്കാന്ന് പറഞ്ഞ് ആ ദൂതനെ കണ്ടിട്ട് ആ ദൂതൻ ഈ മെയിൻ ഡോറിലേക്ക് വിരൽ ചൂണ്ടി കാണിച്ചു. ദേ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. വാതിലില്ലാത്ത വീട്, 2 ദൈവദൂതന്മാർ ആ വാതിൽക്ക് നിൽക്കുക. എനിക്ക് മനസ്സിലായി, ഞാൻ നിൽക്കുന്ന സ്ഥലം ദൈവദൂതന്മാർ ഇറങ്ങുന്ന സ്ഥലമാ. Amen. Amen. Glory. ഞാൻ നിൽക്കുന്ന ആ വീടിന്റെ മുകളിൽ സ്വർഗം തുറക്കപ്പെട്ടു എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. ദൈവദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നു, നമ്മൻ ഇറങ്ങി നിൽക്കുന്നു. ഹല്ലേലൂയ, വിശ്വാസത്താൽ ആ വീട് പൊളിച്ചു കളഞ്ഞ് ഹല്ലേലൂയ. അവിടെ ഒരു ചെറിയ ഷെഡ്, ഒരു ചെറിയ വീട് ഞങ്ങൾ പണിതു. എന്തിനെന്നറിയാമോ? സ്വർഗം പറഞ്ഞു, നിന്നെ കഴിഞ്ഞ 7 വർഷം കഷ്ടത അനുഭവിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് വയറൊട്ടി തൊണ്ട പൊട്ടി ആരാധിച്ച നിന്നെ ചുമ്മാ അയക്കത്തില്ല. നീ വിതച്ചെങ്കിൽ നീ കൊയ്യണം ദേശത്ത്. Glory. Praise the Lord Jesus. Amen. കണ്ണുനീരോടെ വിതച്ചെങ്കിൽ നീ കൊയ്തേ പറ്റൂ. Glory to എന്റെ God. ചേട്ടനും ഞാനും എന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു പോകാം, ദേശത്തുനിന്ന് പോകാം. പക്ഷെ സർവശക്തൻ പറഞ്ഞു, നിന്നെ ഞാൻ വിടത്തില്ല. ഇവിടെ മാനിക്കും, ഇവിടെ ആദരിക്കും. ഞങ്ങൾ സ്വർഗത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന വീട്ടിൽ മരണത്തിന്റെ കെട്ട് ഞാൻ വന്ന് പൊട്ടിക്ക്. ഒത്തിരി പേരെ ഞാൻ ഇവിടെ കൊണ്ടുവരും. കൃപയാൽ ആ ദേശത്ത് ഞങ്ങളിപ്പോൾ 20ഓളം വർഷം, 18 വർഷം, 19 വർഷം കഴിഞ്ഞു. ആ ദേശത്ത് 3 മാസം കൊണ്ട് ഓടിച്ചു കളയെന്ന് പറഞ്ഞ് 7 വർഷക്കാലം കണ്ണുനീരോടെ കടന്ന് 3 വർഷക്കാലം പട്ടിണിയിരുന്ന് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തീരുമാനമെടുത്ത ആ വീടിന്റെ അകത്ത് ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്, കേരളത്തിന്റെ അകത്ത് നിന്ന്, കേരളത്തിന്റെ പുറത്ത് നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് വിടുവിക്കപ്പെടാൻ തുടങ്ങി. എന്ന് മാത്രമല്ല, സംഭവിച്ച ഏറ്റവും വലിയ കാര്യം, എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ മന്ത്രവാദി മാനസാന്തരപ്പെട്ടു. Amen. സ്തോത്രം. Praise the Lord. ഏറ്റവും കൂടുതൽ പൗലോസ് പറയുന്നില്ലേ, ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എന്റെ ശുശ്രൂഷയ്ക്ക് എതിരായി നിന്നു. പൗലോസ് പറയുന്നത് പോലെ ഞങ്ങളുടെ മിനിസ്ട്രിക്ക്, ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് ഏറ്റവും കൂടുതൽ എതിരായി നിന്ന വ്യക്തി ബൈബിൾ എടുക്കാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ മന്ത്രവാദം ചെയ്ത് കൊല്ലാൻ നോക്കിയ കുടുംബങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആ ദേശത്ത് എന്ത് നടക്കണമെങ്കിലും ജാതികളായിരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചിട്ടേ അത് ചെയ്യത്തുള്ളൂ. സ്വർഗത്തിന്റെ ദൂതന്മാരിറങ്ങിയ ഒരു വീട്, പ്രത്യേക ദൈവമഹത്വം ഇറങ്ങിയ വീട്. ആ വീട്ടിൽ വന്ന ഒത്തിരി പേര് രക്ഷപ്പെട്ടു, ആയിരങ്ങൾ രക്ഷപ്പെട്ടു. ഒത്തിരി പേര് ആ വീട്ടിൽ ഞങ്ങൾ കൈവച്ച് ശുശ്രൂഷയ്ക്ക് പറഞ്ഞു വിട്ടു. ഒത്തിരി പേരുടെ ജീവിതത്തിൽ എൻകൗണ്ടറുകൾ ഉണ്ടായി. ഒരുപാട് പേരെ ദൈവാത്മാവ് വീട്ടിൽ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തു. നിങ്ങൾക്കറിയാമോ, ഇന്നും വെളുപ്പിന് 2:30 മണി കഴിയുമ്പോൾ 3 മണിയോട് അടുത്താകുമ്പോൾ ഞങ്ങൾ ഇന്നും ഉണരും. ആ വീടിന്റെ അകത്ത് ഇന്നും ഉണരും. നിരന്തര പ്രാർത്ഥനയാ. രാത്രിയെന്നോ പകലൊന്നുമില്ല. കാരണം തകർക്കുമെന്ന് പറഞ്ഞവരെല്ലാം മുട്ടുമടക്കാൻ തുടങ്ങി. ഒത്തിരി ആൾക്കാർ അവിടെ വരാൻ തുടങ്ങി. 10 വർഷം, നീണ്ട 10 വർഷം ആ വീടിന്റെ മുറ്റത്തൊരു ഷെഡ് കെട്ടി ഞങ്ങൾ ശുശ്രൂഷ ആരംഭിച്ചു. ശബ്ദം കുറയ്ക്കടാ, പ്രാർത്ഥിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ വീടിന്റെ അകത്ത് ഇന്നും ഭയങ്കര ശബ്ദം വച്ച് തന്നെ ആ ദേശത്ത് ആരാധിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ആ പട്ടണത്തിൽ ഒത്തിരി പേരെ കർത്താവ് തൊട്ടു. മന്ത്രവാദികൾ മുട്ടുമടക്കി തകർക്കുമെന്ന് പറഞ്ഞ് നിന്നവരെല്ലാം അവിടെ പരാജയപ്പെട്ടു. അവരെ കർത്താവിലേക്ക് തിരിക്കാൻ, ഒത്തിരി പേരെ സ്നാനപ്പെടുത്താനും, ഒരുപാട് സ്ഥലങ്ങളിൽ ക്രിസ്തുവിന്റെ സഭ എന്ന് പറഞ്ഞാൽ ആരും പോയിട്ട് വിജയിക്കാത്ത തകർന്നു കിടക്കുന്ന ദേശത്തേക്ക് ദൈവം ഞങ്ങളെ അയച്ചു. ആ ചെറിയ വീട്ടിൽ നിന്നുകൊണ്ട്, ആ തകർക്കുമെന്ന് പറഞ്ഞ ദേശത്ത് നിന്നുകൊണ്ട് ഞാൻ തമിഴ്നാട്ടിൽ മിനിസ്ട്രിക്ക് പോയി, നോർത്ത് ഇന്ത്യയിൽ മിനിസ്ട്രിക്ക് പോയി, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ദൈവത്തിന്റെ സാക്ഷികളായി. ഞാൻ പറഞ്ഞതിന് താല്പര്യം, മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലം സാധ്യമാ. വിശ്വസ്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ഉറപ്പിച്ച് ഞാൻ പറയുക,
ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. സമയപരിധിക്കകത്ത് ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഞാൻ പറയാം, അത്ര തീച്ചൂളയുടെ നടുവിൽ നിന്നിടത്തുനിന്ന് അതിശക്തന്മാരായ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും കൈവച്ച് ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പലരും പോയിട്ടുണ്ട്. ഇന്നും അവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ജാതികൾ വന്ന് വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം, നിങ്ങൾ നിൽക്കുന്നിടം പ്രശ്നങ്ങളുള്ളതാണോ? ഇട്ടേച്ചു പോകരുത്. ഒരു വലിയ തീരുമാനമെടുക്ക്. പലതവണ എൻകൗണ്ടറുകൾ ഉണ്ടായി. പ്രൊഫറ്റിക്കൽ വിഷനുകൾ ദൈവം തന്നു. വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണിക്കാൻ തുടങ്ങി. ഒരുപാട് സഭകളിലേക്ക് ദൈവം അയച്ചു. തകർന്നു കിടക്കുന്നവരെ എഴുന്നേൽപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു കാര്യം സത്യമാ, എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചെങ്കിൽ മരിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞ കേസുകൾ, തകർന്നെന്ന് പറഞ്ഞ കേസുകൾ, ഒത്തിരി ആളുകളെ കൈവച്ചെഴുന്നേൽപ്പിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് അധികാരം തന്നു. ഇന്ന് ഒരു കാര്യം പറയാം, വളരെ സന്തോഷത്തോടെ വീട്ടിൽ കിടക്കുന്നത്. 7 വർഷം കരഞ്ഞോണ്ട കിടന്നത്. പക്ഷേ ഇപ്പോൾ ഒത്തിരി നാളുകളായിട്ട് ആ ദേശത്ത് ഞങ്ങൾ തല ഉയർത്തി നിൽക്കുന്നേ. വെറുക്കപ്പെട്ടവർ ഞങ്ങളുടെ വീട്ടിൽ വരാൻ തുടങ്ങി. നാട്ടിലുള്ള ആൾക്കാർ പറയാ, ആ വീട്ടുകാർ നല്ലവരാകട്ടോ, അവര് നല്ലോണം പ്രാർത്ഥിക്കുന്നവരാ, അവിടെ ചെന്നാ മതി. അപ്പോൾ വെറുത്തവർ മുഴുവൻ വീടുകളിൽ വരാൻ തുടങ്ങി. ഇത് ഇന്ന് പകല് കേൾക്കുമ്പോൾ ഓർത്തോളം, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു മാത്രമേ ഉള്ളൂ. വില കൊടുക്കണം. ഉറങ്ങിക്കിടക്കുന്ന ചുമ്മാ ഉറങ്ങിക്കിടക്കരുത്, ഉണരണം. ഉണർവിന് വേണ്ടി നിൽക്കണം. പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളില്ലേ, ആ വാഗ്ദത്തങ്ങൾ നമ്മൾ പ്രാപിച്ചെടുക്കാൻ ഒരു പുതിയ കൂട്ടത്തെ ദൈവം